പക്ഷെ മനുഷ്യൻ പ്രസവിച്ച ആ കുട്ടിയെ തീരുമാനമാണെങ്കിൽ 10-21 കൊല്ലെടുക്കും. അപ്പോഴേക്കും നമുക്ക് പിത്തം, കഫം, ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, സോഡിയം കുറയിൽ ഈ വക പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് 1.5 മിനിറ്റ് നേരമെങ്കിലും അവരെ മറന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സക്സസ്. പേർഷ്യക്ക് പോകാൻ തുടങ്ങി. അതാണ് ഇന്നത്തെ ഗൾഫ്. നമ്മുടെ അമ്മാമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പേർഷ്യയിലാന്നൊക്കെ പറയും അല്ലേ, നിങ്ങളത് ഗൾഫിലാന്നൊക്കെ പറയും. ഇപ്പോൾ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ വിദേശത്ത് പോയി പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ജോലിക്ക് നോക്കുകയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്ത് അവൻ അത്യാവശ്യം ഇൻകം ടാക്സ് അടയ്ക്കും. ആ അടച്ചാൽ അയാൾക്കുള്ള ഗുണം. പുല്ല് പോലും മുളയ്ക്കാത്ത ദുബായ് സിറ്റി 50 വർഷം UAE മാറിയ മാറ്റം. ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, എനിക്ക് SSLC പരീക്ഷ പാസ്സാവാൻ എത്ര മാർക്ക് വാങ്ങണം എന്നറിയാം. ഒരു കുട്ടി 5 മാർക്കും 10 മാർക്കും. എന്നിട്ടാണ് 100% വിജയം കൊണ്ട് സ്കൂളുകൾ കൂടുതൽ. അതിനകത്ത് എഴുതി കൂട്ടിയിരിക്കണതാണ് പുളിമരച്ചോട്ടിൽ പുള്ളിക്കാരന് മൊത്ത് പുളി തിന്നിരിക്കുമ്പോൾ പുളിയുറുമ്പ് കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ പുള്ളിക്കാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇത് നമ്മുടെ 80s ജനിച്ചിട്ടുള്ള കുട്ടികളുടെ സ്ഥിരം നമ്പറുകളാണ് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. അപ്പൊ അന്ന് വിചാരിച്ചത്, അന്ന് കണ്ട സുഹൃത്തുക്കളൊക്കെ, ഒരു വിനീത് കുമാർ ഉണ്ടായിരുന്നു, മഹേഷ് ഉണ്ടായിരുന്നു. മഹേഷ് ഇപ്പോഴും നമ്മളായിട്ട് നല്ല സുഹൃത്താണ്. പക്ഷെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു, അറിയാം, വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കാണുന്നല്ലാതെ അല്ലാതെ മീറ്റ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളുകളാണ് അവരൊക്കെ. ഈ വിനീത് കുമാർ എന്ന് പറഞ്ഞ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മീൻസ് അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയില്ല. മിസ്സിംഗ് ആണ്. മിസ്സിംഗ് മീൻസ് നമ്മുടെ കോണ്ടാക്ട് എവിടെയോ. നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു, വലിയ ഏതെങ്കിലും നിലയിൽ എത്തിയിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കും. പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങളിപ്പോൾ 98 ബാച്ചാണ് SSLC. അപ്പോൾ 98 ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ വെച്ചായിരുന്നു. ഞാനപ്പോ ജനിച്ചു. 98 ഞങ്ങൾ ഗെറ്റ് ടുഗദർ വെച്ചു. ഗെറ്റ് ടുഗദർ ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് നടന്നത് ഞങ്ങളുടെ സ്കൂളിൽ. അടിപൊളിയാക്കിയത്, ഭയങ്കര ശിങ്കാരി മേളവും ബഹളവും ഫുഡും. അന്ന് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ തിരിച്ചു വന്നപ്പോ ആരെയും മനസ്സിലാവില്ല, ഒരാളെയും മനസ്സിലാവില്ല. അപ്പൊ അന്നൊരു തമാശ ഉണ്ടായി. അന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ വരിക, പരിചയപ്പെടും. അപ്പൊ ഞാൻ ആദ്യം എന്റെ പേര് പറയും, ഞാൻ പ്രവീൺ. പിന്നെ എന്നെ കുറച്ച് ആളുകൾ മനസ്സിലാവുന്ന ഈ റീൽസും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള കുറെ ആളുകൾ അതുപോലും മനസ്സിലാവില്ല. കുറെ പ്രായമൊക്കെ ആയില്ല, അത്യാവശ്യം 40-41 വയസ്സായി. അപ്പൊ ഞങ്ങളിങ്ങനെ കുറെ ആളുകളൊക്കെ പരിചയപ്പെട്ടു. പക്ഷെ ഒരാളെ മാത്രം മനസ്സിലാവില്ല. അയാളിങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പൊ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചാൽ അത് അവനെ മനസ്സിലായില്ലല്ലോ, അത് ആരപ്പം എങ്ങനെ നമ്മൾ പോയി ചോദിക്കുക. അപ്പൊ അവനും പറഞ്ഞു എനിക്കും മനസ്സിലായില്ല, ഇത് ആരാണ് ആള്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞു ഇത് മനസ്സിലാക്കിയിട്ടാണ് ബാക്കി കാര്യം. എന്നിട്ട് അവിടെ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചേട്ടാ സൗണ്ടിന്റെ ആളാണ്, ഇതിന്റെ കൂടെ നമ്മുടെ ക്ലാസ് പഠിച്ചിട്ടുള്ള ആളല്ല, സൗണ്ടിന്റെ ഓപ്പറേറ്ററാണ്. പക്ഷെ ഈ ആളുകളെ പരിചയമില്ലാണ്ടായപ്പോ അതും ഇവിടെ ക്ലാസ്സിലത്തെ കുട്ടിയാന്ന് വിചാരിച്ചിട്ടേ നമ്മളിങ്ങനെ ഇവനെ കണ്ടിട്ട് മാത്രം മനസ്സിലാവില്ല. അപ്പൊ അന്ന് പക്ഷെ ഞങ്ങൾ പിരിയണ സമയത്ത് ഞങ്ങൾ വിചാരിച്ചത് ഈ സൗഹൃദമായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഉണ്ടാവാന്നാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ വിചാരിച്ചു അന്നുണ്ടായിരുന്ന ഒരു ജോഫി ഷബീർ, ഇവർ രണ്ടുപേരാണ് ഇനി ഉണ്ടാവാന്ന്. ഷബീറിനെ പിന്നെയും അവിടെ ഇവിടെ വെച്ച് കാണാറുണ്ട്, ജോഫിനെ പിന്നെ കണ്ടിട്ടേ. ഡിഗ്രി കഴിഞ്ഞപ്പോ കുറെ ആൾക്കാരുണ്ടെന്ന് അവര് വിചാരിച്ചു ഇനി അവരായിരിക്കും ഫ്രണ്ട്സ്. അതുമല്ല. PG പോയപ്പോ വിചാരിച്ച അവിടെ ഉള്ളവരായിരിക്കും ഇനിയുള്ള ഫ്രണ്ട്സ്. അവരും അല്ല. ഇപ്പൊ 41 വയസ്സായി. ചുരുക്കി പറഞ്ഞ ഫ്രണ്ട്സ് ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇപ്പോ 41 വയസ്സായി. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1-2 സുഹൃത്തുക്കളുണ്ട്. അവരും അത്ര വലിയ ചങ്കുകൾ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കാണും, മീറ്റ് ചെയ്യും. അതല്ലാതെ എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഇപ്പൊ ഇല്ല. പ്രായത്തിന്റെയാണ്. അത് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അതും കുറയും അല്ലെ. അപ്പം ഈ സത്യങ്ങളൊക്കെ നമ്മളോട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടിയുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയമാണ്. ഒരു പശുക്കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് ആ കുട്ടി ഓടി നടന്ന് അതിന്റെ കാര്യങ്ങൾ നോക്കും. ആന പ്രസവിച്ചാലും ഇങ്ങനെ തന്നെ, കട്ടാമൃഗം പ്രസവിച്ചാലും ഇങ്ങനെ തന്നെ, ജിറാഫ് പ്രസവിച്ചാലും ഇങ്ങനെ തന്നെ. പക്ഷെ മനുഷ്യൻ പ്രസവിച്ച ആ കുട്ടിയെ തീരുമാനമാണെങ്കിൽ ഒരു 10-21 കൊല്ലെടുക്കും. തീർച്ചയായിട്ടും. അതൊന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ അത്ര നിസാരനാണ് നമ്മൾ. അത് ഈ പാമ്പറിങ് കൊണ്ട് ഉണ്ടായിട്ടുള്ള അല്ലേ. അപ്പം അപ്പൊ 20-21 വയസ്സ് വരെ പഠനമായിട്ട് പോയി. പിന്നെയുള്ള ഒരു 10-20 വർഷമാണ് നമുക്ക് ജോലി ചെയ്യാൻ കിട്ടുക. ആ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ വീട് വെക്കണം, കല്യാണം കഴിക്കണം, മക്കളെ പഠിപ്പിക്കണം, അപ്പനമ്മേനെ നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് ആ 30 വർഷം തീരുമാനമായി. അപ്പൊ തന്നെ 50 വയസ്സായി.
അപ്പോഴേക്കും നമുക്ക് പിത്തം, കഫം, ഷുഗർ, പ്രഷർ, യൂറിക് ആസിഡ്, സോഡിയം കുറയില്, ഈ വക പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു 10-20 കൊല്ലം കൂടി ചിലപ്പോൾ അസുഖങ്ങളല്ലാതെ കേട്ട് ജീവിതം. ഇതിന്റെ ഇടയിൽ എവിടെയാണോ തല്ലൂടാനും പിണങ്ങിയിരിക്കാനും എന്താ പറയാ മറ്റുള്ളവരെ ഭാര വയ്ക്കാനൊക്കെ സമയം കിട്ടണേ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറുള്ള. അപ്പം കിട്ടിയ സമയം അടിച്ചു പൊളിക്കുക, ആസ്വദിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുക. എൻ്റെ വീഡിയോസുകൾ ഞാൻ ഇറങ്ങുന്നതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, ഇറ്റ്സ് ദെയർ പ്രോബ്ലം. ആർക്കൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട്, തീർച്ചയായും അല്ലേ? ആർക്കൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതോ ഒരുത്തൻ അവന്റെ വിഷമങ്ങള് എൻ്റെ വീഡിയോ കണ്ടതിന്റെ പേരിൽ മറന്നിട്ടുണ്ട്. ഒരു 1.5 മിനിറ്റിലെങ്കിലും. തീർച്ചയായിട്ടും 1 മിനിറ്റ് 30 സെക്കൻഡാണ് എൻ്റെ മാക്സിമം വീഡിയോ. ആ 1 മിനിറ്റ് 30 സെക്കൻഡിലെങ്കിലും അവന്റെ വിഷമം മറന്നിട്ട് ഒന്ന് ചിരിച്ചിട്ടുണ്ട്. ഇനി അതല്ല, ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ പോലും ആ 1.5 മിനിറ്റിൽ എന്നെ തെറി വിളിക്കാനായിട്ടെങ്കിലും അവന്റെ പ്രശ്നങ്ങൾ മറന്നിട്ടുണ്ട്. ഞാൻ ജയിച്ചു, അല്ലേ? അപ്പൊ ഹേറ്റേഴ്സ് ആയാലും ഇഷ്ടമുള്ളവരായാലും അവര് എൻ്റെ വീഡിയോ കണ്ടിട്ട് 1.5 മിനിറ്റ് നേരെങ്കിലും അവരെ മറന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഞാൻ സക്സസ്. ഈ നെഗറ്റീവ് കമന്റ് കിട്ടുന്നതിന് ഞാൻ കണ്ടെത്തിയ ഒരു റീസൺ ഉണ്ട്. റീസൺ ഇതാണ്. ഇപ്പോൾ ഇയാളും ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഭയങ്കര ഹാപ്പി, നിങ്ങൾ ഫാമിലി. ആ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടൊക്കെ കൊള്ളാലോ, ഇത് ഏതവൻ, അല്ലേ? ഹസ്ബൻഡായിട്ട് ഇടിയിട്ട് ദേഷ്യം വന്നിട്ട് ഡോറടച്ച് ബെഡ്റൂമിൽ ഇയാളുടെ ഒരു തള്ളും കോപ്പ്, ഇയാളെ ആരാണ് ഇവൻ, തനിക്ക് തലയ്ക്ക് സൂലട. അപ്പൊ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളാട്ടോ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ചില സിനിമകൾ അങ്ങനെയാണ്. ചില സിനിമകൾ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടാവൂല, അല്ലേ? പിന്നെ ടി വിയിൽ കണ്ടപ്പോ പടം കൊള്ളാലോ. എന്താ കാരണം, അന്ന് ഫുള്ള് ടെൻഷൻ അടിച്ച് നമ്മളത് കണ്ടത്, ഇന്ന് ഫുള്ള് റിലാക്സ്ഡ് ആയിട്ടാ കണ്ടേ, അല്ലേ? അങ്ങനെയാണ് പോട്ടെ വണ്ടി, അല്ലേ? ഞാൻ ഇനിയും വീഡിയോ ഇടും, ഇനിയും വീഡിയോ ഇടണം, അത്രേ ഉള്ളൂ. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് കാണാനായിട്ട് ഇനിയും വീഡിയോ ഇടും. ഇനിയും കുറെ ആളുകൾക്ക് അത് ഗുണത്തിലേക്ക് ആവുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. എന്താ പ്രശ്നം? അതെ. ഇപ്പൊ നമ്മുടെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ഫോറിൻ കൺട്രീസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാവരും പുറമേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ഒരു വൃദ്ധസദനമായിട്ട് മാറുക എന്നൊരു തോട്ട് ഉണ്ട്. സാർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ യാത്ര തുടങ്ങിയത് ഇന്നലെയല്ല. എനിക്ക് മനസ്സിലായിടത്തോളം നിങ്ങളുടെ തറവാട്ടിലുള്ള ഏറ്റവും കാരണന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും, അന്ന് മദ്രാസിലേക്കായിരുന്നു ആളുകൾ പോയിരുന്നത്. ഇപ്പോഴത്തെ ചെന്നൈ, മദ്രാസിലേക്ക് പോവാ. അത് കഴിഞ്ഞപ്പോൾ അവിടെയും ജോലി കിട്ടാണ്ടായപ്പോ മുംബൈക്ക് കയറി തുടങ്ങി. പണ്ടത്തെ ബോംബെയിലേക്ക് പോയി തുടങ്ങി. ഇപ്പൊ മുംബൈ. അവിടുന്ന് പിന്നെ ആളുകൾ ശ്രീലങ്കയിലേക്ക് പോയി തുടങ്ങി, സിലോണിലേക്ക് പോകാൻ തുടങ്ങി. അത്രയും കൂടി ഫ്ലറിഷ്ഡ് ആയപ്പോൾ കപ്പലുകളും സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ സിലോണിലേക്ക് പോകാൻ തുടങ്ങി. സിലോണും കഴിഞ്ഞിട്ട് പിന്നെ മലയിലേക്ക് പോകാൻ തുടങ്ങി. മലയ മീൻസ് ഇപ്പോഴത്തെ മലേഷ്യ, അത് അന്നത്തെ മലയാണ്. മലയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ എയർ ട്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് എന്തുണ്ടായി, പേർഷ്യക്ക് പോകാൻ തുടങ്ങി. ഇതാണ് ഇന്നത്തെ ഗൾഫ്. നമ്മുടെ അമ്മാമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പേർഷ്യയിലാന്നൊക്കെ പറയും, അല്ലെ? അല്ലാതെ ഗൾഫിലാന്നൊന്നും പറയില്ല, പേർഷ്യക്ക് പോയത്. ഇന്ന് അതിനേക്കാൾ സൗകര്യങ്ങൾ തന്നപ്പോൾ കുറച്ചും കൂടി ദൂരത്തോട്ട് ആളുകൾ പോയി തുടങ്ങി. ഈ പറയുന്ന വൃദ്ധസദനങ്ങളാവുന്ന പരിപാടി അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആളുകളുടെ വീട്ടിലെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. ചിലപ്പോൾ 1-2 പേര് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ നാട്ടിലുണ്ടായിരുന്നു. പ്ലസ് അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടില്ലായിരുന്നു. അപ്പൊ അവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു അവസാന കാലഘട്ടത്തിലെങ്കിലും. വൃദ്ധസദനം തന്നെയായിരുന്നു അതുവരെ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വൃദ്ധന്മാരും കൂടി ഇങ്ങോട്ട് വന്നു, അല്ലെ? അവിടുന്ന് വയസ്സായി, അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നായപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഇതായി. ഇതിന്റെ മറ്റൊരു വെർഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികളും അവിടെ പോയി സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ സെറ്റിൽ ആവും. ഇവിടുന്ന് എത്രത്തോളം കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടോ അതേപോലെ തന്നെ അവിടെ കോഴ്സ് കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ നോക്കി നോക്കി, വിദേശത്ത് പോയി പഠിച്ചു വന്നിട്ടുള്ള എത്രയോ മിടുക്കന്മാരെ നമുക്കിവിടെ കാണാം. ഇപ്പൊ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ വിദേശത്ത് പോയി പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ജോലിക്ക് നോക്കുക എന്നുള്ളതാണ്. ഇനി ഇത് ഉണ്ടാവരുതെങ്കിൽ, ഇങ്ങനെ ഒരു പലായനം ഇവിടുന്ന് ഉണ്ടാവരുതെങ്കിൽ അതിനൊരു ഒറ്റ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ അത് ആ ഫെസിലിറ്റി ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? നല്ല എഡ്യൂക്കേഷൻ, നല്ല
ഫെസിലിറ്റീസുകൾ ഇതൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരും പോവില്ല. തീർച്ചയായിട്ടും. അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സുകാരൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്ത് അവൻ അത്യാവശ്യം ഇൻകം ടാക്സ് അടയ്ക്കണം. ആ അടച്ചാൽ അയാൾക്കുള്ള ഗുണം എന്താണ്? ഒരു മനസുഖം. അവൻ്റെ ആ പൈസ എടുത്തിട്ട് ഇല്ലാത്ത ആളുകളിലേക്ക് കൊടുക്കണം. അങ്ങനെ ഒരു ഫിലോസഫിക്കൽ കാര്യങ്ങൾ നോക്കിയാൽ ഓക്കെ. പക്ഷെ ഇതേ സാധനം മറ്റൊരു രാജ്യത്താണ് ചെയ്യുന്നതെങ്കിൽ, പല രാജ്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ മെഡിക്കൽ ഫ്രീ ആണ്, ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, റോഡ് മറ്റുള്ള ഫെസിലിറ്റീസ് കൂടുതലാണ്. ഞാനും ബൈക്കും കാറൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. ഞാനും 15 വർഷത്തെ ടാക്സ് അടയ്ക്കുന്ന ആളാണ്. പക്ഷെ എന്നിട്ടും ഞാൻ ടോൾ കൊടുക്കണം അല്ലേ? ഇപ്പൊ ഞാൻ റീസെന്റ് ഞാനൊരു വണ്ടി എടുത്തു. ഇപ്പോഴും അതിന്റെ RC ബുക്ക് വന്നിട്ടില്ല. 3 മാസം ആവാൻ പോവാണ്. പക്ഷെ അതിന്റെ ഫീസൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം, അപ്പൊ ഇതിനെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഇതിന്റെ കമന്റ് എന്തായിരിക്കും അറിയോ? മറ്റു രാജ്യം പോലെ അല്ലടോ, ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്, ഇവിടെ ആളുകൾ കൂടുതലാണ്, ഇവിടെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ ആണ്. വി ആർ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ മാൻ പവർ ആണ് നമ്മൾ. ആ മാൻ പവറിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ടൂറിസം. ഭയങ്കര രസമാണ്. ഇപ്പൊ തൃശ്ശൂര് നമ്മൾ ടൂറിസം ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു ഈ ക്രിസ്മസിന്. എന്നിട്ട് ചെയ്ത ആ റൗണ്ടിൽ 4 മാലകൾ പെട്ടു നമ്മുടെ ടൂറിസമായി. ഈ 4 മാലകൾ പെട്ടത് കാണാൻ വിദേശി ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരണം അല്ലെ? യൂറോപ്പിൽ നിന്നൊക്കെ ആളുകൾ അവിടെ ഈ ഇത്രയും വലിയ ന്യൂയോർക്കിൽ മറ്റേ അല്ലെങ്കിൽ UK അത്രയും വലിയ ന്യൂ ഇയർ പാർട്ടി ഒക്കെ നടക്കുമ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഈ ശക്തനമ്പരാൻ മാർക്കറ്റിന്റെ ചുറ്റും 4 മാലകൾ പെട്ടത് കാണാൻ ആൾക്കാർ ഇങ്ങോട്ട് വരണം. നമ്മുടെ ടൂറിസം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നൊരു ഇതാണ്. ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ടൂർ പോയി നമ്മുടെ അതിരപ്പള്ളിയിലേക്ക്. അതിരപ്പള്ളി വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർഫാൾ ഇൻ സൗത്ത് ഇന്ത്യയിലെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പേര് കേട്ട വാട്ടർഫാൾ. 5:30 അടയ്ക്കും. വി പ്രൊമോട്ട് ടൂറിസം. 5:30 ഗേറ്റ് അടച്ചു. ഒരാളും വരണ്ട അല്ലെ? 5:30 ആകുമ്പോഴേക്കും അവിടുത്തെ വെള്ളം വെക്കുന്ന ചേച്ചിമാര്, ജ്യൂസ് വെക്കുന്ന ചേച്ചിമാര് ഇവരൊക്കെ കടച്ചു. 5:30 വരെ മതി നമ്മുടെ ടൂറിസം. ഇത് വേറൊരു രാജ്യത്താണെങ്കിൽ അവിടെ ഒരു നൈറ്റ് സഫാരി, അവിടെ എന്താ പറയാ അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ. ഇനി ഒന്നിനും പറ്റില്ലെങ്കിൽ അവർ ആ വാട്ടർഫാൾസ് ഒക്കെ 2 ലൈറ്റ് അടിച്ച് കളറൊക്കെ മാറ്റി ഇന്ത്യയുടെ ഫ്ലാഗും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതും ഒരു ലൈസർ ഷോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനങ്ങോട്ട് ഫ്ലറിഷ്ഡ് ആക്കി അവിടേക്ക് ആളുകളെ വരുത്തിക്കും. അത് രാവും പകലൊക്കെ. ഇപ്പൊ സിംഗപ്പൂരോ മലേഷ്യയിലോ എവിടെ നിങ്ങൾ പോയിക്കോളൂ, രാത്രി നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ ടൂറിസം എന്തിട്ടാ? ഇവിടെ സർക്കാർ ഓഫീസ് പോലെയാണ് വെള്ളച്ചാട്ടം തുറക്കണം. 10 മണിക്ക് തുറന്നു 5:30 അടച്ചു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് പോണേ. പിള്ളേർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ സ്കൂൾ ടൈമും കാര്യങ്ങളും കഴിഞ്ഞാൽ അവർക്ക് പാർട്ട് ടൈം ജോബിന് പോവാം, അവർക്ക് വരുമാനം ഉണ്ടാക്കാം. ആ വരുമാനം വെച്ച് അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം, അവർക്ക് ടൂറിസം അവിടെ നടത്താം, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ പോവാം. ഇവിടെ എന്തിട്ട് ചെയ്യാം? അപ്പൊ ഇതൊന്നും മാറ്റാതെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അയ്യോ ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോവാണ്, ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിരുന്നിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? ശരി. അപ്പം ഇവിടെ നമ്മുടെ ഫെസിലിറ്റീസിൽ കൂടി ഇനിയിപ്പോ നമ്മുടെ കൺസ്ട്രക്ഷൻസ് എടുത്ത് നോക്കി. ഇപ്പൊ വലിയൊരു ഹൈവേ വരുന്നുണ്ട് അല്ലെ? കാസർഗോഡ് ഇവിടുന്നൊക്കെ വരുന്ന തിരുവനന്തപുരം വരെയൊക്കെ ഒരു വൻ വരുന്നത്. ഏതെങ്കിലും ഒരു ഓവർ ബ്രിഡ്ജിൽ ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികൾ നടക്കുന്നുണ്ടോ? ഇത് വിദേശ രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൗണ്ട് അബൌട്ട്, അതും ഒരു ആർട്ട്, അതും ഒരു ആർട്ട് വർക്ക്, അതിന് ചുറ്റും കുറെ ചെടികള്, പൂക്കള്. എന്റെ ഭായി, പുല്ല് പോലും മുളയ്ക്കാത്ത ദുബായ് സിറ്റി 50 വർഷം കൊണ്ട് UAE മാറിയ മാറ്റം. മഴയില്ല, വെള്ളമില്ല, എക്സ്ട്രീം വെതർ. തണുപ്പ് കാലത്ത് നല്ല തണുപ്പ്, ചൂട് കാലത്ത് ഭയങ്കര ചൂട്. ആകെ കൂടിയുള്ളത് എണ്ണ. ആ എണ്ണ വിറ്റു കാശാക്കി ആ കാശെടുത്ത് അവന്മാർ പണിതു ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലാഗ് ദുബായ്, ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ദുബായ്, ലോകത്തിലെ ഏറ്റവും വലിയ മോള് ദുബായ്. എന്തെടുത്താലും ദുബായ് ദുബായ് ദുബായ്. വിഷണറീസ് ആണ്. ആ വിഷൻസ് എന്നാണ് ആ സിറ്റി ഗ്രോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഓരോ രാജ്യങ്ങളിലും നടക്കുന്നത്. നമ്മളെവിടെയോ നമ്മൾ ഈ പാവപ്പെട്ടവൻ, ദാരിദ്ര്യം, അവൻ അത് ഇത്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ ഡെവലപ്മെന്റ് ഇല്ല, ഇവിടെ ഈ ഞാനിപ്പോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കണം. ഈ തോട്ടം എനിക്ക് വന്നത് കഴിഞ്ഞ 13 വർഷം മുമ്പാണ്. എൻ്റെ കുഞ്ഞ്
ഐ മീൻ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാലത്താണ് ഞാൻ ജീവിക്കണേ. എൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോണ കൊച്ച് ലിംഗനിർണയം കേരളത്തിൽ പറ്റില്ല, ഇന്ത്യയിൽ പറ്റില്ല. എവിടെ എത്തിന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളു ഇവിടെ? എന്നാൽ അതേ സമയത്ത് ഞാൻ ഈ വൈഫിനെ എടുത്ത് ദുബായി പോയിട്ട് അവിടെ പോയിട്ട് ഒരു ആശുപത്രിയിൽ കാണിച്ച് എനിക്കറിയാത് ആണാണോ പെണ്ണാണോ. പക്ഷെ നമ്മുടെ നാട്ടിൽ പറ്റൂല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുന്ന തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ എത്ര ശതമാനം ആളുണ്ടാവും അത്? 1%. ആ 1% വേണ്ടിയിട്ട് 99% ആളുകളും സഫറിങ്. ഇതേപോലെ ഓരോ കാര്യം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സ്വാതന്ത്ര്യം കിട്ടേണ്ടിയിരിക്കണു മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഒരു അസംഘടിതമായിട്ടുള്ള വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. ഇതിന്നൊക്കെ കൃത്യമായിട്ട് ടാക്സ് പിരിക്കാൻ പറ്റിയാൽ നമ്മുടെ രാജ്യമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള രാജ്യം. ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഉള്ള പൈസ മുഴുവൻ എടുത്തിട്ട് പെൻഷനും കൊടുത്തു, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി, വേറെ വരുമാനം ജനറേറ്റ് ആവണില്ല. അപ്പം പിന്നെ കുട്ടികൾ ഇവിടെ നിൽക്കും. പിള്ളേർക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്ത് ഫെസിലിറ്റിയാ കിട്ടണേ? ഒരു ക്യാമ്പസ് എടുത്ത് നോക്കാൻ, ആ ക്യാമ്പസിൽ എത്ര ടോയ്ലറ്റ് ഉണ്ടാവും? 1000 പേര് 2000 പേര് പഠിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എത്ര ടോയ്ലറ്റ് ഉണ്ടാവും? അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് നോക്കിയാൽ പോലും, ഞാൻ പറയുന്നത് 100 ടോയ്ലറ്റ് പണിയണമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ അതിന് ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ കാണുന്നത് എന്താ വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറാണ് കൂട്ടണത്. വലിയ കെട്ടിടം പണിതാ വലിയ സ്കൂള്, ക്വാളിറ്റി അല്ലേ? നമ്മുടെ കുട്ടികൾ എഡ്യൂക്കേഷനിൽ ഭയങ്കര സെറ്റപ്പാ. ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, എനിക്ക് SSLC പരീക്ഷ പാസ്സാവാൻ എത്ര മാർക്ക് വാങ്ങണം എന്നറിയോ ഒരു കുട്ടി? 10 മാർക്കും 5 മാർക്കും 10 മാർക്കും. 80-ലുള്ള പരീക്ഷയാണെങ്കിൽ 10 മാർക്കും, 40-ലുള്ള പരീക്ഷയാണെങ്കിൽ 5 മാർക്കും വാങ്ങിയാൽ മതി. ആ കൊച്ചു ജയിച്ചു. എന്നിട്ടാണ് 100% വിജയം എന്ന് പറഞ്ഞ സ്കൂളുകൾ ബോർഡ് വെക്കണേ. നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് 17 മാർക്ക് കിട്ടണം 25-ൽ, എന്നിട്ട് 1/2 എന്നിട്ട് അത് 18 ജയിക്കും അല്ലേ? 100-ൽ 35 വാങ്ങണം. അപ്പൊ അതിലുണ്ടായ പ്രശ്നം എന്താണെന്നറിയോ? അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ പഠിച്ചിരുന്ന കാലത്ത്, ഞങ്ങൾ പഠിച്ചിരുന്ന 98 ബാച്ച് കഴിയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ എൻ്റെ കൂടെ 2-3 ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവരാ പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ അവരൊരു കൈത്തൊഴിൽ പഠിക്കാൻ പോയി. കാരണം അവർ പൊട്ടുന്നുള്ള ഉറപ്പായി. കാരണം അവർക്ക് തോൽക്കും എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സിമെന്റ് പണി പഠിക്കാൻ പോവാണ്. വേറെ അടുത്തും പറഞ്ഞു ഞാൻ വർക്ക്ഷോപ്പിൽ പോവാണ്. ജയിക്കുന്ന ഉറപ്പുള്ളവന്മാർ മാത്രമാണ് പണിക്ക് പോകാണ്ടിരുന്നത്. അപ്പൊ സത്യത്തിൽ അവിടെ എന്തുണ്ടായെന്നറിയോ? അവിടെ ഒരു കൈത്തൊഴിൽ പഠിക്കില്ല, അങ്ങനെ ഒരു സമൂഹം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പൊ നടക്കണം എന്താ അറിയോ? എഴുതിയവരൊക്കെ ജയിക്കും. അപ്പൊ ഇവരൊന്നും വേറെ പണിക്ക് പോവില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് റീപ്ലേസ് ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരും. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിഥി തൊഴിലാളികൾ. പക്ഷെ ഈ അതിഥി തൊഴിലാളി ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ അയാളുടെ സ്റ്റേറ്റിലേക്കാണ് അയക്കുന്നത്. അയാളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അല്ലേ? നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്ത് അവിടെ ഒരു മിനിമം ലെവലിന് ജീവിച്ച് ആ കാശ് മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആരും കുറ്റപ്പെടുത്തണ്ട. പക്ഷെ ഇതാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പറയുന്ന മണി സർക്കുലേഷൻ ഇവിടെ നടക്കാണ്ടാവും. അപ്പം അതിഥി തൊഴിലാളികൾ ഇവിടെ വരുന്നു. എല്ലാവരും മോശക്കാരാണെന്നൊന്നും അഭിപ്രായമില്ല, പക്ഷെ അതിൽ മോശക്കാരുണ്ട്. അവരുണ്ടാക്കുന്ന ക്രൈംസുകൾ, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അതൊക്കെ കൂടി തുടങ്ങി. ഇതിന് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും അല്ലേ? പക്ഷെ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ല. അവിടെ പോയി നമ്മൾ ഡീസന്റ് ആയിട്ട് ജീവിക്കും. കാരണം അവിടെ നിയമങ്ങൾ സ്ട്രോങ് ആണ്, വിവരം അറിയും അവിടെ പോയി പാടാൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരേണ്ട മാറ്റങ്ങളും പ്രശ്നങ്ങളും. ഇതൊന്നും അല്ലാതെ, ഇതിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കാതെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിദേശത്തേക്ക് ഇനിയും ആളുകൾ പോകും. ആ ഒരു പ്രതീക്ഷയിലാണ് നെക്സ്റ്റ് ലെവൽ തുടങ്ങിയത്. അത്രയും കാലം നമുക്ക് ഈ ബിസിനസ് സേഫ് ആണ് അല്ലെ? ഞാനത് നോക്കിയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് വരും, IELTS ഇമ്പോർട്ടൻസ് വരും, ആവശ്യം വരും.
അപ്പൊ അതുകൊണ്ട് ഞാൻ INTS അപ്പം ഞാനും എന്താ വീണടം അതെ, വിഷ്ണുലോകാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ കുട്ടികൾ വിദേശത്തേക്ക് പോവും, ഇനിയും പോവും. അത് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്ന്. ശരിക്കും എനിക്ക് ഭയങ്കര ഫണ്ണിയസ്റ്റ് എന്തോ ഒരു പേഴ്സണലി നമുക്കിത് ഇങ്ങനെ കേട്ടിരുന്ന് പോകും നമ്മളിങ്ങനെ. എനിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനല്ലായിരുന്നു, ഇങ്ങനെ കേട്ടിരിക്കാനായിരുന്നു ഫീൽ ആവുണ്ടായിരുന്നത്. അത്രയും നല്ല ഒരു, എനിക്ക് ശരിക്കും ഒരു ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡും കൂടി ആയിരുന്നു. സാറിന്റെ ആ ഒരു ജൈത്ര യാത്ര ഇനിയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പോട്ടെ. അപ്പോൾ നെക്സ്റ്റ് ലെവലിന് ഒരുപാട് ആശംസകൾ ഇനിയും നൽകുകയാണ്. കാരണം ഓരോ ലെവൽസ് കയറി കയറി വരട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ല കമന്റുകൾ ഇതിന് വരുന്നു വിചാരിക്കാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് നല്ല കമന്റ്സ് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു. എന്നെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു. വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, സപ്പോർട്ട് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അതിൻ്റെ സെൻസിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വിഷ് ഓൾ ദ സക്സസ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു.